കടബാധ്യത മൂലം പ്രതിസന്ധിയിലായി പടം ഇറക്കാൻ പറ്റാതെ ഡ്രീം വാരിയേഴ്സ് വലഞ്ഞപ്പോൾ സൂര്യണ്ണനടക്കം കോടികൾ ഇറക്കി എങ്ങനെയൊക്കെ സെറ്റിൽമെന്റ് നടത്തി. പിറ്റേ ദിവസം പടം ഇറക്കുന്നു. പ്രീസെയിൽ ഉൾപ്പെടെ അടപടലമായി നിൽക്കുന്നു. I'm really sorry to all the fans. படம் பார்க்கறதுக்காக அவ்வளோ தூரம் ட்ராவல் பண்ணி காலையில் 9 மணிக்கு தியேட்டருக்கு போனேன். தமிழ்நாடு, കേരള, ആന്ധ്ര എന്ത് ഊരിൽ நீங்கள் പോയിരുന്നാലും I'm really sorry for that. ആരാധകർക്ക് പോലും യാതൊരു പ്രതീക്ഷയില്ലാത്ത പടം കനത്ത വെല്ലുവിളികൾക്കൊടുവിൽ റിലീസാകുന്നു. പിന്നെ നടന്നത് ചരിത്രം. ആ ഒരൊറ്റ ചിത്രം, ആ ഒരൊറ്റ പടം കൊണ്ട് ഡ്രീം വാരിയേഴ്സിന്റെ സകല കടങ്ങളും തീർന്നു. കടക്കണിയിൽ നിന്നവരെ അയാൾ സ്വന്തം റിസ്കിൽ കൈപിടിച്ചു കയറ്റി. കഴിഞ്ഞ 13 വർഷമായി തിയേറ്ററുകളിൽ ഒരു വലിയ ഹിറ്റ് പോലും ഇല്ലാതെ നിന്നിരുന്ന ഒരു നടൻ. അയാൾ ഇത്രയും കാലം സിനിമാ ലോകത്തുണ്ടാക്കി വെച്ച ആ വാല്യൂ എന്താണെന്ന് ഇന്ന് പലർക്കും മനസ്സിലായി കാണും. കാലം എത്ര കഴിഞ്ഞാലും വിജയങ്ങൾ എത്ര അകന്നു നിന്നാലും സ്ക്രീനിൽ ആ കണ്ണുകൾ തിളങ്ങുമ്പോൾ തിയേറ്ററുകൾ ഇളകി മറിയും എന്നതിന്റെ തെളിവാണിത്. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് സൂര്യ, ദ മാൻ, ദ മിത്ത്, ദ വൺ. പക്ഷെ എന്തൊക്കെയായാലും സൂര്യക്കൊരു കഴിഞ്ഞ കാലഘട്ടം ഉണ്ടായിരുന്നു. എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട്, ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാലം. സൂര്യ സിനിമയിൽ വന്നപ്പോൾ ആരും വലിയ പ്രതീക്ഷയൊന്നും വെച്ചിരുന്നില്ല. കാരണം അദ്ദേഹം ഒരു ടിപ്പിക്കൽ മാസ് ഹീറോ മെറ്റീരിയൽ ആയിരുന്നില്ല. ഇൻട്രോ ഫൈറ്റ് ഇല്ല, ഇൻട്രോ സോങ് ഇല്ല, പഞ്ച് ഡയലോഗ് ഇല്ല, ഓൺലി നാച്ചുറൽ ആക്ടിങ് മാത്രം. അച്ഛൻ പ്രശസ്തനായ നടനായിരുന്നുവെങ്കിലും ഇൻഡസ്ട്രിയിൽ സ്വന്തം സ്ഥാനം കണ്ടെത്താൻ സൂര്യ വളരെ സ്ട്രഗിൾ ചെയ്തു. ആദ്യകാല സിനിമകൾ പലതും പരാജയപ്പെട്ടു. സ്ക്രീൻ പ്രസൻസ് ഇല്ല, ഡയലോഗ് ഡെലിവറി വീക്ക്, ഹീറോ മെറ്റീരിയൽ അല്ല എന്നൊക്കെയായിരുന്നു വിമർശനങ്ങൾ. പക്ഷേ ഒരൊറ്റ കാര്യം മാത്രം അയാൾ നിർത്തിയില്ല, ഹാർഡ് വർക്ക്. അതിനുശേഷം പതിയെ കാര്യങ്ങൾ മാറി തുടങ്ങി. കാക്ക കാക്ക, പിതാമകൻ, ഗജിനി, വാരണോ ആയിരം, അയൻ, സിംഗം, ഓരോ സിനിമയോടും കൂടി സൂര്യ മാറിക്കൊണ്ടേയിരുന്നു. റൊമാൻറ്റിക് ഹീറോ, ആക്ഷൻ ഹീറോ, പെർഫോമൻസ് ഓറിയന്റഡ് ആക്ടർ, മാസ് എന്റർടൈനർ, എന്ത് റോൾ കൊടുത്താലും അതിൽ ജീവിക്കുന്ന നടനായി അദ്ദേഹം വളർന്നു. ഒരു സമയത്ത് തമിഴ് സിനിമയിലെ ഏറ്റവും കൺസിസ്റ്റന്റ് സ്റ്റാർ എന്ന ലേബൽ പോലും സൂര്യയ്ക്കായിരുന്നു. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, പീക്ക് എന്നത് പെർമനന്റ് അല്ല. 2013 ശേഷം കാര്യങ്ങൾ മാറി തുടങ്ങി. വലിയ ഹൈപ്പിൽ വന്ന പല സിനിമകളും ഓഡിയൻസ് കണക്ട് ആക്കാതെ ഫ്ലോപ്പായി പോയി. ചില സിനിമകൾ ആവറേജ്, ചിലത് ഔട്ട്റൈറ്റ് ഫ്ലോപ്പ് എന്ന് തന്നെ പറയാം. സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ കൂടി. ഓൾഡ് സൂര്യ ഈസ് ഗോൺ എന്ന് ആളുകൾ പറയാൻ തുടങ്ങി. ഒരിക്കൽ തിയേറ്റർ ഇളക്കി മറിച്ച പേരിന് പോലും ഓപ്പണിങ്സ് കുറഞ്ഞു. അതിലും വലിയ പ്രശ്നം സൂര്യ സേഫ് ഗെയിം കളിച്ചില്ല എന്നതാണ്. ഡിഫറൻറ്റ് സിനിമകൾ ട്രൈ ചെയ്തു, റിസ്ക് എടുത്തു. അത് പലപ്പോഴും ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിരുന്നു. പാൻഡമിക് സമയത്ത് മറ്റൊരു കൺട്രോവേഴ്സി, സൂര്യ പോട്രു, ജയ് ഭീം. ഈ സിനിമകൾ വലിയ അപ്രീസിയേഷൻ നേടി. പക്ഷേ തിയേറ്റർ ഫാൻസിന്റെ ഒരു വിഭാഗം പറഞ്ഞു സൂര്യ തിയേറ്ററിക്കൽ മാസ് വിട്ടു എന്ന്. അതിനിടെ വലിയ കൊമേഴ്ഷ്യൽ ബ്ലോക്ക് ബസ്റ്റർ മാത്രം വന്നതുമില്ല. അങ്ങനെ വർഷങ്ങൾ വീണ്ടും കടന്നുപോയി. ഒരു തലമുറയ്ക്ക് സൂര്യ ഒരു മെമ്മറിയായി മാറുന്നത് പോലെ തോന്നി. അതിനിടയിൽ വമ്പൻ പ്രതീക്ഷയോടെ എത്തിയ ഒരു പാൻ ഇന്ത്യൻ ഡ്രീം പ്രോജക്റ്റ് കങ്കുവ. ഹ്യൂജ് ബഡ്ജറ്റ്, മാസീവ് പ്രൊമോഷൻസ്, പാൻ ഇന്ത്യൻ ഹൈപ്പ്. പക്ഷെ റിലീസിന് ശേഷം മിക്സഡ് റെസ്പോൺസ്. ക്രിറ്റിസിസം ശക്തമായി. സോഷ്യൽ മീഡിയ മുഴുവൻ ട്രോൾസ്. പലരും തുറന്നു പറഞ്ഞു സൂര്യയുടെ സ്റ്റാർഡം ഇതോടെ കഴിഞ്ഞു. അതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ സ്റ്റേജ് എന്ന് പറയുന്നത്. കാരണം ഒരു നടൻ ഫ്ലോപ്പ് ആകുന്നതിലും മോശം ഓഡിയൻസ് നഷ്ടപ്പെടുന്നതാണ്. ഡ്രീം വാരിയേഴ്സ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. സിനിമ റിലീസ് ആകുമോ എന്ന് പോലും ഉറപ്പില്ലായിരുന്നു. തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ പലരും പിന്നോട്ടടിച്ച സമയത്ത് സൂര്യ ആ സിനിമയെ എടുത്തുയർത്തി മുന്നോട്ട് വന്നു. സെറ്റിൽമെന്റുകൾ, സപ്പോർട്ട്, കോൺഫിഡൻസ് ഇതെല്ലാം അദ്ദേഹത്തിൽ നിന്ന് ആ ടീമിന് ലഭിച്ചു. എന്തിനേറെ പറയുന്നു, സൂര്യയുടെ ഫാൻസിന് പോലും വലിയ പ്രതീക്ഷയില്ലാതെ റിലീസായ സിനിമ. ആദ്യ ദിവസം കഴിഞ്ഞപ്പോഴേക്കും പക്ഷേ സെനാറിയോ മാറി. വേർഡ് ഓഫ് മൗത്ത് എക്സ്പ്ലോഷൻ, തിയേറ്റർ വീഡിയോസ് വൈറൽ, ഫാമിലി ഓഡിയൻസ് എത്തി, റിപ്പീറ്റ് വാച്ച് തുടങ്ങി. ഒരിക്കൽ എഴുതിത്തള്ളിയ ആളുകൾ തന്നെ വീണ്ടും സൂര്യയെ ആഘോഷിച്ചു. തിയേറ്ററുകളിൽ ജനസാഗരം വന്നു തുടങ്ങി. സൂര്യയെ വാനോളം എടുത്തുയർത്തി. ഈ കംബാക്ക് ഒരു സിനിമയുടെ ഹിറ്റ് കഥ മാത്രമല്ല, ഇതൊരു ആക്ടറിന്റെ വാല്യൂവിന്റെ കഥയും കൂടിയാണ്. 13 വർഷം വലിയ ഇൻഡസ്ട്രി ഹിറ്റ് ഇല്ലെങ്കിലും ആ മനുഷ്യനിൽ ഇൻഡസ്ട്രി വിശ്വാസം വെച്ചിരുന്നു. കാരണം സ്റ്റാർഡം എന്ന് പറയുന്നത് ബോക്സ് ഓഫീസ് മാത്രമല്ല, ഡിസിപ്ലിൻ, ക്യാരക്ടർ, റെസ്പെക്റ്റ്, റിസ്ക് ടേക്കിംഗ്, ഹാർഡ് വർക്ക്. അതാണ് സൂര്യ വർഷങ്ങളായി ബിൽഡ് ചെയ്തത്. സമയം എല്ലാവർക്കും മോശമാകും, സ്റ്റാർസ് വീഴും, ക്രിറ്റിസിസം വരും, ലോകം എഴുതിത്തള്ളും. പക്ഷെ ചിലർക്ക് ഒരു ക്വാളിറ്റി ഉണ്ടാകും. അവർ തിരികെ വരാൻ വേണ്ടി തന്നെ ജനിച്ചവരാണ്. അവർ തിരികെ വരും, കൂടുതൽ ശക്തിയായി. സൂര്യ അത്തരമൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഇന്നും തിയേറ്ററുകളിൽ ലൈറ്റ്സ് ഓഫ് ആകുമ്പോൾ, ആ കണ്ണുകൾ സ്ക്രീനിൽ തെളിയുമ്പോൾ
ഓഡിയൻസ് ഇന്നും രോമാഞ്ചം കൊള്ളുന്നത്. ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് സൂര്യ. ഇന്ന് അദ്ദേഹവും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആരാധകരും ആ സിനിമയുടെ ഡയറക്ടർ ബാലാജിയും ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം സൂര്യയ്ക്ക് വലിയൊരു കംബാക്ക് ആണ് ഈ സിനിമയിലൂടെ കിട്ടിയത്. ഈ സിനിമയെ പറ്റി നിങ്ങൾക്ക് ചിലപ്പോൾ മിക്സഡ് ആയിരിക്കാം, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കാം, അതല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കാം. പക്ഷേ മലയാളി ഓഡിയൻസിന് എത്രത്തോളം ഇത് കണക്റ്റ് ആകും എന്നറിയില്ല. പക്ഷേ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത് കണക്റ്റായി, അത് ഹിറ്റാണ്, അത് ഹിറ്റായി. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും വരാം. വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.